പണി കിട്ടിയിട്ടോ. വണ്ടിൻ്റെ സാധാ ഗിയർ ഇടുന്നത് താഴോട്ട് ഫസ്റ്റ് ഗിയറും പിന്നെ മേലോട്ടല്ലേ ബാക്കിയുള്ളതൊക്കെ. ഇത് നേരെ ഓപ്പോസിറ്റാണ് പോയി. ഇതിൻ്റെ ഉൾഭാഗം ഹബ്ബ്. ഞങ്ങൾക്കിത് സ്ക്രാപ്പ് കണ്ടീഷനിൽ 1.5 വർഷം നിർത്തിയിട്ട് കിട്ടിയൊരു വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 2014 മോഡൽ. ഈ വണ്ടി നമ്മൾ സ്വന്തമായിട്ട് വാങ്ങി, കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങി. ബാക്കി ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ആണ് അടുത്ത് കാണാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മളൊരു വണ്ടി ഫുള്ളായിട്ട് അഴിച്ച് A to Z കാര്യങ്ങൾ അഴിച്ച് വണ്ടി നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ വണ്ടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയായിരുന്നു, പക്ഷേ ജന്മം ചെയ്ത് സ്റ്റാർട്ടാകുന്നില്ല. കാർബറേറ്ററൊക്കെ ക്ലീൻ ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും നടക്കുന്നില്ല. 150യുടെ കാർബറേറ്ററായിട്ടോ അതിൽ കിടക്കുന്നത്. നമ്മൾ വണ്ടി ഒരു 3/4 ഭാഗം അഴിച്ചു. ചെയിൻ സോക്കറ്റും പിന്നെ ബാക്ക് ബെയറിങ്, സോക്കറ്റ് ബെയറിങ്, ഫ്രണ്ടിലത്തെ വീല്, അതിൻ്റെ ബെയറിങ് എല്ലാം നമ്മൾ ഇനി പോയി വാങ്ങണം. അഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനൊക്കെ ഭയങ്കര വെച്ചെന്നുണ്ട്. കക്കറൊക്കെ ചവിട്ടുമ്പോൾ കിറുന്ന് വെച്ചിട്ടുണ്ട് ഹെഡിൻ്റെ അവിടെ നിന്നൊക്കെ. പിന്നെ ടൈമിങ് ചെയ്യലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റണം. വണ്ടിയുടെ സ്പെയർ പാർട്സ് മുഴുവനായിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. വണ്ടി നമ്മൾ മൂടി പൊഴിച്ച് വെച്ചിരിക്കുക. കാരണം എന്തെങ്കിലും ഒന്ന് ചകഞ്ഞ് എല്ലാം കൂടി തള്ളി താഴെ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മൂടി പൊഴിച്ച് വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ മഴ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഴ, ഒരു രക്ഷയില്ല. ആദ്യം ഞാനും കൂടിയാണ് സ്പെയർ പാർട്സ് വാങ്ങാൻ വേണ്ടി പോയത്. കണ്ട റോഡൊക്കെ കഴിഞ്ഞ് നനഞ്ഞ് കുതിർന്ന് കിടക്കുക. അപ്പോൾ അടുത്തത് ഇനി നമ്മുടെ വണ്ടിയിൽ അത് ഫിറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഫ്രണ്ട് വീൽ ബെയറിങ് ചേഞ്ച് ചെയ്യണം. വീൽ റബ്ബർ ചേഞ്ച് ചെയ്തു. ചെയിൻ സ്പോക്കറ്റും നമ്മൾ ചേഞ്ച് ചെയ്തു. ഈ എപ്പിസോഡ് വണ്ടിയിൽ ഏറ്റവും ബുദ്ധിമുട്ടി വാങ്ങിയത് ബ്രേക്ക് ഷൂ ആണ് കേട്ടോ. ബ്രേക്ക് ഷൂ ഞാൻ 2-3 മാറ്റി. ഇത് 15 സൈസ്. എനിക്ക് തന്നത് 16-17. ഇത് സൂട്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നത്, പക്ഷേ സൂട്ടായില്ല. ലാസ്റ്റ് 15 തന്നെ വാങ്ങി ഇട്ടപ്പോൾ സൂട്ടായി. ഒരു മെക്കാനിക്ക് എനിക്ക് 16-17 സൈസുള്ള ബ്രേക്കിൻ്റെ ഷൂ തന്നിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടു. ഉണ്ടോ ഇപ്പോൾ ഡ്രമ്മിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഹെഡും ബസ്സിനും പിന്നെ കോയമ്പത്തൂർ വണ്ടി ബോർ ചെയ്ത് കൊണ്ടുവന്നതാണ്. വണ്ടിയുടെ എല്ലാ പണിയും കഴിഞ്ഞു. ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൈ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ്. സ്റ്റാർട്ടായിട്ടോ, നല്ല സ്മൂത്ത് സ്റ്റാർട്ടിംഗ് ആണ്. എൻജിൻ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. എമയുടെ ചില സ്പെയർ പാർട്സിന് ഭയങ്കര റേറ്റ് ആണുള്ളൂ. എന്താണെന്ന് എനിക്കറിയില്ല. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വണ്ടി പണിഞ്ഞ് അവസാനം പണി കിട്ടിയിട്ടോ. വണ്ടിയുടെ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. ടിപ്സെറ്റിൻ്റെ സാധാ ഗിയർ ഇടുന്നത് താഴോട്ട് ഫസ്റ്റ് ഗിയറും പിന്നെ മേലോട്ടല്ലേ ബാക്കിയുള്ളതൊക്കെ. ഇത് നേരെ ഓപ്പോസിറ്റാണ് പോയി. ഇത് മേലോട്ട് ഫസ്റ്റ് ഗിയറും താഴോട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. പണിഞ്ഞിപ്പോൾ ഗിയർ ബോക്സ് എന്തോ ഞാൻ ലിവറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നോക്കി. ആകെ പണി. നോക്കട്ടെ എന്താന്ന്. ഗിയർ ബോക്സിൻ്റെ കംപ്ലയിൻറ്റ് ഞാനും ആതിരയും കൂടി ഇരുന്ന് തപ്പിപ്പിടിച്ച് കംപ്ലയിൻറ്റ് പരിഹരിച്ചിട്ടുണ്ട്. അതുപോലെ 2 ടയറും പുത്തൻ ടയറുകൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. വണ്ടിക്ക് ഇനി മാറ്റാനുള്ളത് ക്രാഷ് കാർഡും സ്റ്റമ്പും മാത്രമാണ് കേട്ടോ. പിന്നെ പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. പിന്നെ അതുപോലെ ഈ വണ്ടി വർക്ക്ഷോപ്പിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്ത് പണിയിപ്പിച്ച വണ്ടിയാണ്. വർക്ക്ഷോപ്പിൽ കൊടുത്തതിൻ്റെ പരിപാടി ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതാണ് എൻ്റെ ടൂൾസ്. ഇതുകൊണ്ടാണ് ഞാൻ വണ്ടികളൊക്കെ പണിയുന്നത്. എൻ്റെ അടുത്ത് വരുന്ന വണ്ടികളും ഞാൻ പണിയുന്നത് ഈ ടൂൾസ് കൊണ്ടാണ്. വരുന്ന കസ്റ്റമേഴ്സിനോട് പറയും 1-2 ദിവസം ടൈം തരണം, ധൃതിപ്പെടരുത് എന്ന് സാവധാനമേ ഞാൻ വണ്ടികൾ പണിയിപ്പിച്ച് കൊടുക്കാറുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.